കഥ ആരംഭിക്കുന്നത് ദേവികയെ കാണിച്ചുകൊണ്ടാണ്. അവളാണ് ഇതിലെ നായിക. ഇന്നവൾ പതിവ് പോലെ സമയത്ത് എഴുന്നേറ്റിട്ടില്ല. കുറച്ച് വൈകിയാണ് എഴുന്നേൽക്കുന്നത്. ഭർത്താവായ സുജിത്ത് അവളോട് ഗുഡ് മോർണിംഗ് പറഞ്ഞ് ഉറക്കത്തിൽ എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ടായിരുന്നല്ലോ എന്ന് തമാശയായി പറയുന്നു. പക്ഷേ ദേവികയ്ക്ക് അതൊന്നും ഓർമ്മയില്ല. കുറച്ചു കഴിഞ്ഞ് സുജിത്ത് ശ്രദ്ധിക്കുന്നത് ദേവികയുടെ ഒരു ഇയറിംഗ് കാണാനില്ല എന്നതാണ്. ഇത് കേട്ടതു മുതൽ ദേവിക ഭയന്ന് എല്ലായിടവും തിരിയാൻ തുടങ്ങുന്നു. പക്ഷെ അത് കണ്ടെത്താൻ കഴിയുന്നില്ല. സുജിത്ത് ഓഫീസിലേക്കായി തയ്യാറായി പോകുവാൻ തുടങ്ങുന്നു. പോകുന്നതിനു മുൻപ് പതിവ് പോലെ ദേവികയെ ഹഗ് ചെയ്യുന്നു. പക്ഷേ ദേവിക അവനെ അകറ്റി നിർത്തുന്നു. അവളുടെ മുഖത്ത് എന്തോ ഒരു പേടിയുള്ളതുപോലെ നമുക്ക് മനസ്സിലാകും. സുജിത്ത് പോയതിനു ശേഷം ദേവിക കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുന്നു. സ്വന്തം ശരീരം നോക്കിക്കൊണ്ട് എന്തോ അന്വേഷിക്കുന്നത് പോലെയോ എന്തോ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് പോലെയോ തോന്നുന്നു. അവളുടെ മനസ്സിൽ ഒരു വലിയ ഭയം ഒളിഞ്ഞിരിക്കുന്നു എന്നത് വ്യക്തമാണ്. അടുത്ത സീനിൽ നാം കാണുന്നത് ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന സുജിത്തിനെയാണ്. അവന്റെ സുഹൃത്തായ കെവിനും അവിടെ തന്നെയാണ് ജോലി ചെയ്യുന്നത്. അവരുടെ സംഭാഷണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ദേവികയും സുജിത്തും വർഷങ്ങളായി കുഞ്ഞിനു വേണ്ടി ശ്രമിക്കുന്നുവെന്നാണ്. എന്നാൽ ചില മെഡിക്കൽ പ്രശ്നങ്ങൾ കാരണം അത് സാധ്യമാകുന്നില്ല. കെവിൻ അവനോട് ഒരു യുനാനി ഡോക്ടറെ കാണാൻ ഉപദേശിക്കുന്നു. പക്ഷെ സുജിത്ത് അതെല്ലാം തട്ടിപ്പാണെന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നു. ഇവിടെ കെവിന്റെ യഥാർത്ഥ സ്വഭാവവും നമുക്ക് മനസ്സിലാകുന്നു. അവനൊരു മോശം സ്വഭാവക്കാരനാണ്. എല്ലാ സ്ത്രീകളോടും അവന് താല്പര്യമുണ്ട്. ഇപ്പോൾ സീൻ ദേവികയിലേക്ക് മാറുന്നു. അവൾ സ്കൂളിലെത്തി ഗാർഡനിൽ നിന്ന് സ്പോർട്സ് റൂമിന്റെ ചാവി വാങ്ങുന്നു. ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത് ദേവിക അതേ സ്കൂളിലെ സ്പോർട്സ് ടീച്ചർ ആണെന്നാണ്. ഗാർഡ് അവളെ ഓർമ്മിപ്പിക്കുന്നത് ഇന്നലെ വൈകുന്നേരം ക്ലാസ് ലോക്ക് ചെയ്യാതെയാണ് അവൾ പോയതെന്നും അവൾ വളരെ ക്ഷീണിതയായി തോന്നിയിരുന്നെന്നാണ്. പക്ഷെ ദേവികയ്ക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ഓർമ്മയുമില്ല. ദേവിക റൂം തുറന്നതു മുതൽ എന്തോ ഉത്കണ്ഠയോടുകൂടി അന്വേഷിക്കാൻ തുടങ്ങുന്നു. ഇപ്പോൾ അവൾക്ക് അവളുടെ ഇയറിംഗ് അവിടെ നിന്ന് കിട്ടുന്നു. ഇപ്പോൾ സുജിത്തും ദേവികയും തടാകത്തിന് സമീപമുള്ള ഒരു ദ്വീപിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. അവിടെ അവന്റെ അമ്മ കല്യാണി താമസിക്കുന്നു. ആ ദ്വീപിൽ നിരവധി അനധികൃത പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നും അതിനെതിരെ കല്യാണിയും നാട്ടുകാരും പോരാടുന്നുണ്ടെന്നും നമുക്ക് മനസ്സിലാകുന്നു. സുജിത്തും ദേവികയും അവിടെ സമയം ചിലവഴിക്കുന്നു. ദേവികയുടെ മനസ്സിലെ ഭാരവും കുറച്ചു കുറയുന്നു. പക്ഷേ തിരിച്ചെത്തിയതിനു ശേഷം കഥയിൽ പുതിയൊരു വഴിത്തിരിവുണ്ടാവുന്നു. ദേവിക പ്രഗ്നൻസി ടെസ്റ്റ് നടത്തുന്നു. ഫലം പോസിറ്റീവാണ്. അവൾ ഗർഭിണിയാണ്. എന്നാൽ സന്തോഷിക്കേണ്ടതിനു പകരം അവൾ കൂടുതൽ വിഷമത്തിലാകുന്നു. ദേവിക തന്റെ സുഹൃത്തായ ഗീതയ്ക്ക് റിപ്പോർട്ട് കാണിക്കുന്നു. വർഷങ്ങളായി കുഞ്ഞുണ്ടായിട്ടില്ലാത്തതിനാൽ ഇത് വലിയ സന്തോഷമായിരിക്കുമെന്ന് ഗീത പറയുന്നു. അവൾ ഇക്കാര്യം സുജിത്തിനോട് പറയണമെന്ന് നിർദ്ദേശിക്കുന്നു. എന്നാൽ ദേവിക അതിന് തയ്യാറാകുന്നില്ല. ഇവിടെ നിന്ന് വ്യക്തമാണ് ദേവികയുടെ മനസ്സിൽ അവൾ മറക്കാനാകാത്ത ഒരു രഹസ്യം ഒളിഞ്ഞിരിക്കുന്നു. ഗീത അവളോട് പഴയ കാര്യങ്ങൾ മറക്കാൻ പറയുന്നു. എന്നാൽ ദേവികയ്ക്ക് സത്യം മനസ്സിലാക്കണം. രാത്രിയിൽ ദേവിക ഫോൺ നോക്കിയിരിക്കുകയാണ്. സുജിത്ത് അവളോട് ഉറങ്ങാൻ പറയുന്നു. പക്ഷെ അവൾ അതൊഴിവാക്കിക്കൊണ്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോഴാണ് അവൾ ഫോണിൽ കൊല്ലം ടീച്ചർ 6 വീഡിയോ എന്ന് തിരയുന്നതായി നമുക്ക് മനസ്സിലാകുന്നത്. മണിക്കൂറുകൾ തിരഞ്ഞിട്ടും അവൾ അന്വേഷിക്കുന്ന കാര്യം കിട്ടുന്നില്ല. ഏറ്റവും കൗതുകകരമായ കാര്യം ദേവിക തന്നെ കൊല്ലത്താണ് താമസിക്കുന്നത് എന്നതാണ്. അടുത്ത ദിവസം ഗീത ദേവികയ്ക്കായി സ്പോർട്സ് റൂമിന്റെ CCTV ദൃശ്യങ്ങൾ കൊണ്ടുവരുന്നു. പക്ഷെ ദേവിക ചോദിച്ച ദിവസത്തെ സെർവർ ഡൗൺ ആയിരുന്നു. അതായത് തെളിവൊന്നും ലഭിക്കുന്നില്ല. മറ്റൊരു വശത്ത് സുജിത്ത് തന്റെ സുഹൃത്ത് കെവിനോടൊപ്പം വീട്ടിൽ പാർട്ടി നടത്തുകയാണ്. ദേവിക എത്തുന്നതിനു മുൻപ് പാർട്ടി അവസാനിപ്പിക്കണമെന്നാണ് സുജിത്തിന്റെ ആഗ്രഹം. എന്റെ ഭാര്യയെ കണ്ടാൽ ദേഷ്യപ്പെടും എന്നവൻ പറയുന്നു. പക്ഷേ കെവിൻ അവനോട് ഭാര്യയെ നിയന്ത്രണത്തിൽ വെക്കണമെന്ന് ഉപദേശിക്കുന്നു. എന്നാൽ സുജിത്ത് അത് അവഗണിക്കുന്നു. കുറച്ചു കഴിഞ്ഞ് കെവിൻ സിഗരറ്റ് ചോദിക്കുന്നു. സുജിത്ത് ഒളിപ്പിച്ചു വെച്ചിരുന്ന സിഗരറ്റ് തിരയുന്നതിനിടെ ദേവികയുടെ പ്രഗ്നൻസി റിപ്പോർട്ട് കണ്ടെത്തുന്നു. അത് കണ്ടതോടെ അവൻ അതിയായി സന്തോഷത്തിലാകുന്നു. ദേവിക തനിക്കൊരു സർപ്രൈസ് നൽകാനിരിക്കുകയാണെന്ന് അവൻ കരുതുന്നു. അതുകൊണ്ടാണ് ഇതുവരെയൊന്നും പറയാത്തതെന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം ദേവിക ഫോണിൽ ആരുടെയോ പ്രൊഫൈൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൾ സുജിത്തിനോട് അമ്മയുടെ വീട്ടിലേക്ക് പോകേണ്ടതുണ്ടെന്ന് പറയുന്നു. അമ്മ അസുഖമായതിനാൽ പോകണമെന്നാണ് പറയുന്നത്. സുജിത്തും കൂടെ വരാമെന്ന് പറയുന്നു. പക്ഷെ ദേവിക അവനെ നിരസിച്ച് ഒറ്റയ്ക്ക് പുറപ്പെടുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ അവൾ അമ്മയുടെ വീട്ടിലേക്കല്ല, മറിച്ച് സന്ദീപ് എന്ന യുവാവിന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അന്ന് സന്ദീപിന്റെ സഹോദരൻ അഖിലിന്റെ വിവാഹമായിരുന്നു. ടീച്ചർ, നിങ്ങൾ എന്താണ് ഇവിടെ എന്ന് സന്ദീപ് അതിശയത്തോടുകൂടി ചോദിക്കുന്നു. ദേവിക എന്തോ കാരണം പറഞ്ഞ് മറികടക്കുന്നു. എന്നാൽ അവളുടെ യഥാർത്ഥ ഉദ്ദേശം അന്വേഷണമാകണമെന്ന് വ്യക്തമാകുന്നു. ദേവിക സന്ദീപിനോട് അവന്റെ സുഹൃത്തുക്കളെക്കുറിച്ച് ചോദിക്കുന്നു. അവർ വിവാഹത്തിന് വന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അവസാന നിമിഷം അവർ വരാനാകില്ലെന്ന് പറഞ്ഞുവെന്നാണ് സന്ദീപ് മറുപടി പറയുന്നത്. ഇവിടെ വ്യക്തമാണ് ദേവിക യഥാർത്ഥത്തിൽ അന്വേഷിക്കുന്നത് സന്ദീപിന്റെ സുഹൃത്തുക്കളെയാണ്.
രാത്രിയായപ്പോൾ സന്ദീപ് അവളെ കാറിൽ വീട്ടിലെത്തിക്കാമെന്ന് പറയുന്നു. വഴിയിൽ നമുക്ക് മനസ്സിലാകുന്നത് സന്ദീപ് മറ്റൊരു സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്നു എന്നതാണ്. അവൻ സുഹൃത്തുക്കളോടൊപ്പം ദേവികയുടെ സ്കൂളിൽ നടന്ന സ്പോർട്സ് മത്സരത്തിൽ പങ്കെടുത്തിരുന്നു. ദേവിക വീണ്ടും വീണ്ടും അവന്റെ സുഹൃത്തുക്കളെക്കുറിച്ച് ചോദിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ സന്ദീപ് ഓരോ തവണയും വിഷയം മാറ്റുന്നു. ഒടുവിൽ ബസ് സ്റ്റോപ്പിൽ വെച്ച് ബസ് നോക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞ് ദേവിക കാറിൽ നിന്ന് ഇറങ്ങുന്നു. എന്നാൽ ബസ് നോക്കാതെ അവൾ ഒരു കടയിൽ പോയിരിക്കുന്നു. അവിടെ വെച്ച് ഒരാൾ മോശമായി നോക്കുന്നു. കുറച്ചു കഴിഞ്ഞ് അവൾ തിരികെ സന്ദീപിന്റെ അടുത്തേക്ക് വരുന്നു. ഇനി 10 മിനിറ്റിനുള്ളിൽ ബസ് വരും, നീ വീട്ടിലേക്ക് പോകൂ എന്ന് പറയുന്നു. ശേഷം അവൾ ബസ്സിൽ കയറിയിരിക്കുന്നു. പക്ഷേ അവളുടെ മനസ്സിൽ ഒരേ ഒരു പ്രാർത്ഥന, ദൈവമേ, ഞാൻ ഭയപ്പെടുന്നത് സത്യമാകരുതേ, ഇല്ലെങ്കിൽ എൻ്റെ ജീവിതം നശിച്ചു പോകും. യഥാർത്ഥത്തിൽ ദേവിക ഫോണിൽ വോയിസ് റെക്കോർഡിംഗ് ഓൺ ചെയ്തിരുന്നു. താൻ ഇറങ്ങിയതിനു ശേഷം സന്ദീപ് ആരോട് എന്താണ് സംസാരിക്കുന്നത് എന്നറിയാനായിരുന്നു അത്. ഇവിടെയാണ് കഥയിലെ ഏറ്റവും വലിയ സത്യം പുറത്തുവരുന്നത്. സ്പോർട്സ് ഡേ ദിവസം സ്കൂൾ വിട്ട ശേഷം അവർ ദേവികയ്ക്ക് ചോക്ലേറ്റ് കൊടുത്തിരുന്നു. അതിൽ മയക്കുമരുന്ന് കലർത്തിയിരുന്നു. ദേവിക ബോധം കെട്ടതിനു ശേഷം അവർ അവളെ കൂട്ടബലാത്സംഗം ചെയ്തു. കൂടാതെ ദേവികയുടെ അശ്ലീല ചിത്രങ്ങളും വീഡിയോകളും അവരുടെ കൈവശമുണ്ടായിരുന്നു. അവൾക്ക് സത്യം മനസ്സിലായാൽ അവളെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയായിരുന്നു ഇത്. ഇത് കേട്ട് ദേവിക ഉള്ളിൽ നിന്നും തകർന്നു പോകുന്നു. താൻ ഗർഭിണിയായതിൻ്റെ കാരണം ഇതാണെന്ന് അവൾ മനസ്സിലാക്കുന്നു. ഏറ്റവും ഭീകരമായ സത്യം ആ കുഞ്ഞ് സുജിത്തിൻ്റേതല്ല, ആ 4 പേരിൽ ആരുടേതെങ്കിലുമാണ്. പിന്നീട് ദേവിക കരഞ്ഞുകൊണ്ട് സഹോദരിയോട് എല്ലാം തുറന്നു പറയുന്നു. അവളുടെ സഹോദരി ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ആശ്വാസം കൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കാനാകില്ലെന്ന് ഇരുവരും അറിയുന്നു. ഇതിനിടെ സുജിത്ത് ഫാമിലി ഡോക്ടറെ കാണാൻ പോകുന്നു. അവിടെ നിന്നാണ് ദേവിക അബോർഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അവൻ അറിയുന്നത്. ഇത് കേട്ട് അവൻ തകർന്നു പോകുന്നു. തുടർന്ന് കഥ ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. സ്കൂൾ വിട്ട ശേഷം ദേവിക ക്ലാസ് മുറികൾ അടയ്ക്കുകയായിരുന്നു. അപ്പോഴാണ് സ്പോർട്സ് ഹാളിൽ ഒരു ബഹളം കേട്ട് അങ്ങോട്ട് ചെന്നത്. അന്നത്തെ മത്സരത്തിൽ ജയിച്ച ചില ആൺകുട്ടികൾ അവിടെ നിൽക്കുന്നതായി കാണുന്നു. അവൾ അവരെ അഭിനന്ദിക്കുന്നു. എന്നിട്ട് എത്രയും പെട്ടെന്ന് പൊക്കോളൂ, ഇവിടെ സ്കൂൾ അടയ്ക്കണം എന്ന് പറയുന്നു. അപ്പോൾ ഒരാൾ അവൾക്ക് ഒരു മിഠായി നൽകി. അത് കഴിച്ച ഉടനെ ദേവികയ്ക്ക് തലകറക്കം തോന്നുന്നു. കുറച്ച് നിമിഷങ്ങൾക്കകം അവൾ ബോധരഹിതയായി വീഴുന്നു. തുടർന്ന് ആ ക്രൂരന്മാർ അവളെ ബലാത്സംഗം ചെയ്യുന്നു. ദേവികയ്ക്ക് ബോധം വന്നപ്പോൾ രാത്രിയായിരുന്നു. ഒന്നും മനസ്സിലാകാത്ത അവസ്ഥയിൽ അവൾ വീട്ടിലേക്ക് നടന്നു പോകുന്നു. ഇതെല്ലാം കേട്ട സുജിത്ത് പൂർണ്ണമായും തകർന്നു പോകുന്നു. എന്നാൽ ദേവികയെ ആശ്വസിപ്പിക്കുന്നതിനു പകരം അവളെ കുറ്റപ്പെടുത്താൻ തുടങ്ങുന്നു. നീ തന്നെയാകും തെറ്റായ സിഗ്നൽ കൊടുത്തത് എന്നുവരെ പറയുന്നു. അവൻ വാതിലടച്ച് മുറിയിലേക്ക് പോകുന്നു. ഇരുവരും കരഞ്ഞുകൊണ്ട് തങ്ങളുടെ ജീവിതം തകർന്നു പോയതുപോലെ കാണിക്കുന്നു. അടുത്തതായി സുജിത്ത് ഈ കാര്യങ്ങൾ സുഹൃത്തായ കെവിനോട് പറയുന്നു. അവനും ദേവികയെ തന്നെയാണ് കുറ്റപ്പെടുത്തുന്നത്. അബോർഷൻ ചെയ്യാൻ ഉപദേശിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് കെവിനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. ദേവികയ്ക്ക് സഹായം ചെയ്യണമെന്നാണ് സുജിത്തിന്റെ ഉദ്ദേശം. എന്നാൽ കെവിൻ ദേവികയോട് മോശമായി പെരുമാറാൻ തുടങ്ങുന്നു. ഒടുവിൽ ദേവിക അവനെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു. അതിനുശേഷം ദേവിക സുജിത്തിനോട് പോലീസ് സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ടുപോകാൻ ആവശ്യപ്പെടുന്നു. ആദ്യം സമ്മതിച്ചെങ്കിലും സമൂഹത്തിന്റെ അപമാന ഭയം കാരണം സുജിത്ത് പാതി വഴിയിൽ തന്നെ പിന്മാറുന്നു. ഇതോടെ ദേവിക ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്നു. ആ രാത്രി ദേവിക തന്റെ അമ്മായിയമ്മ കല്യാണിയോട് എല്ലാം തുറന്നു പറയുന്നു. കല്യാണി അവളെ സ്വന്തം മകളെപ്പോലെ സ്വീകരിച്ച് എന്ത് സംഭവിച്ചാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും എന്ന് ഉറപ്പു നൽകുന്നു. അടുത്ത ദിവസം ദേവിക വീട് വിട്ടു പോകുന്നു. കല്യാണി സുജിത്തിനോട് കടുത്ത വാക്കുകൾ പറയുന്നു. ഭാര്യയ്ക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ ആവശ്യമുണ്ടായ സമയത്ത് നീ ഭയന്നു നിൽക്കുകയായിരുന്നു, അവൾ പറയുന്നു. അതിനുശേഷം ആശുപത്രിയിൽ റിസപ്ഷനിസ്റ്റ് ദേവികയെക്കുറിച്ച് പരിഹസിക്കുന്നതായി സുജിത്ത് മനസ്സിലാക്കുന്നു. അതായത് കെവിൻ അവിടെ എല്ലാം പറഞ്ഞിരിക്കുന്നു. ഇത് കേട്ട സുജിത്ത് അവനെ ഓടിച്ച് അടിക്കുന്നു. ഇതിനിടെ ദേവികയെ കാണാൻ അജ്മൽ എത്തുന്നു. അവന്റെ അച്ഛനായിരുന്നു ദേവികയ്ക്ക് ഫൈറ്റിങ്ങും സെൽഫ് ഡിഫൻസും പഠിപ്പിച്ച ഗുരു. ദേവിക ഇപ്പോൾ ആ യുവാക്കളോട് പ്രതികാരം ചെയ്യാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്യുന്നു. പിന്നീട് അവൾ കൊച്ചിയിലെ ഒരു കഫേയിൽ നവീൻ എന്ന വിദ്യാർത്ഥിയെ കാണുന്നു. അവൾ അവനോട് ഫ്ലേർട്ട് ചെയ്യുന്ന പോലെ നടിക്കുന്നു. യഥാർത്ഥത്തിൽ അവളെ സഹായിക്കുന്നത് മണി എന്ന യുവാവാണ്, കല്യാണി വളർത്തിയ ഒരു അനാഥൻ. കഥയുടെ ക്ലൈമാക്സിലേക്ക് കടക്കുമ്പോൾ നവീൻ ദേവികയെ ഒരു ലോഡ്ജിലേക്ക് വിളിക്കുന്നു. അവിടെ എത്തുമ്പോൾ നവീൻ മാത്രമല്ല അവന്റെ കൂട്ടുകാരും ഉണ്ടായിരുന്നു. അവർ ദേവികയെ ഭീഷണിപ്പെടുത്തുന്നു. പക്ഷേ ദേവിക ഇനി ഭയപ്പെടില്ല. അവൾ ഗുരുവിൽ നിന്ന് പഠിച്ച സെൽഫ് ഡിഫൻസ് ഉപയോഗിച്ച് 4 പേരെയും ശക്തമായി ആക്രമിക്കുന്നു. പിന്നീട് മണിയും എത്തി അവരെ അടിച്ചു തകർക്കുന്നു. ഒടുവിൽ നവീനെ കെട്ടിയിട്ട് ഭയപ്പെടുത്താൻ ഒരു ബോംബ് വയ്ക്കുന്നു. പക്ഷേ അത് യഥാർത്ഥ ബോംബല്ലായിരുന്നു. അവരെ പേടിപ്പിക്കുക മാത്രമായിരുന്നു ലക്ഷ്യം. കുറച്ചാഴ്ചകൾക്ക് ശേഷം സുജിത്ത് ദേവികയെ കാണാനെത്തുന്നു. അവൻ മാപ്പ് ചോദിക്കുന്നു.
പക്ഷെ ദേവിക വ്യക്തമായി പറയുന്നു, എനിക്ക് ഏറ്റവും ആവശ്യമുണ്ടായിരുന്ന സമയത്ത് നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല. ഇനി നിനക്കൊപ്പം ജീവിക്കാൻ എനിക്ക് കഴിയില്ല. അവസാനമായി ദേവിക പറയുന്നു, ഞാൻ അബോർഷൻ ചെയ്യില്ല. മറ്റൊരാളുടെ തെറ്റിന് ഈ കുഞ്ഞിനെ ശിക്ഷിക്കാനാകില്ല. ഇത് കേട്ട് സുജിത്തിൻ്റെ മുഖം എല്ലാം വ്യക്തമാക്കുന്നു. അവൻ ഇന്നും മാറിയിട്ടില്ല. ഇതോടെയാണ് ആ സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് ഇടാൻ മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.